എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരണ്യ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് കണ്ണൂരുള്ള വിസ്മയ പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ വിസ്മയ പാർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിസ്മയ പാർക്കിലേക്ക് പോകുന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. വീക്കെൻഡ് അല്ലാതുകൊണ്ടാവാം. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി വെക്കേഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ വെക്കേഷന് കുട്ടികളുമായിട്ട് അടിച്ചു പൊളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി ഈ സ്ഥലത്ത് പോകണം കേട്ടോ. അവിടെ എത്തിയപ്പോൾ ശരിക്കും കാണാൻ കഴിഞ്ഞത് മുതിർന്നവർ പോലും കുട്ടികളെ പോലെ അത്രയും എൻജോയ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ മുതിർന്നവരെന്നില്ല കുട്ടികളെന്നില്ല എല്ലാവരും വെള്ളത്തിലായാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ എൻട്രൻസ് ഫീസ് വരുന്നത് 630 രൂപയാണ് കേട്ടോ. കുട്ടികൾക്ക് ഹൈറ്റ് പ്രകാരമാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതുപോലെ ഓപ്പണിംഗ് സമയം എന്ന് പറയുന്നത് 11 മണിയാണ്. വീക്കെൻഡിലാണെങ്കിൽ 10:30, നല്ല തിരക്കുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ 10:30 ഓപ്പൺ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്ന കറക്റ്റ് സമയത്ത് തന്നെ എത്താനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ഗെയിംസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ എല്ലാം ഒന്ന് കവർ ചെയ്യണമെങ്കിൽ ആ സമയത്ത് ഓപ്പണിംഗ് സമയത്ത് തന്നെ എത്തുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ച് കൊണ്ടുപോകാണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതിയാവും. കാരണം ലോക്കർ അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് വെള്ളത്തിൻ്റെയൊക്കെ ബോട്ടിൽ ബാഗിലൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കത് സൂക്ഷിക്കാനുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ലോക്കർ ഞങ്ങൾക്ക് തരും, പക്ഷേ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ലോക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വെള്ളമൊക്കെ അത്യാവശ്യം വേണ്ടുന്നതായിട്ട് ഞങ്ങൾ ബാഗിലൊക്കെ ആയിട്ട് വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലോക്കർ 150 രൂപ അടച്ചിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ലോക്കറിലെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ പൈസ അവർ തിരിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ്. കുട്ടികളായാലും ഞങ്ങളായാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് എന്താ പറയുക, നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഇതുപോലൊരു സ്ഥലത്ത് പോകണം കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ മോളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ അകത്തുള്ള കളി ആയതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണല്ലോ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അവളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷേ കുറച്ച് ശ്രദ്ധ നമ്മളെപ്പോൾ അവരൊന്നിച്ചേരം നിൽക്കാൻ വേണം കേട്ടോ. അതായത് പെട്ടെന്ന് എൻ്റെ മോളൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ വെള്ളത്തിലൊക്കെ ചെരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അവൾക്കൊന്നും പെട്ടെന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണുണ്ടായിരുന്നു കേട്ടോ. അവൾക്കൊക്കെ 3 വയസ്സ് ആയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കോലം കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നീട് ഞങ്ങൾ പോയത് പറശ്ശിനിക്കടവാണ് കേട്ടോ. പറശ്ശിനിക്കടവ് വിസ്മയ പാർക്കിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഫ്രഷ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും മോളും അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല. മോൾക്ക് ചോറ് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ അകത്ത് കയറിയില്ല കേട്ടോ. ഞാൻ പുറത്ത് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന ദിവസം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരില്ലെങ്കിലും എന്നാലും മുത്തപ്പനുള്ളത് കൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് പോയതാണെങ്കിലും ഞങ്ങൾക്ക് മുത്തപ്പനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചേച്ചി ഏട്ടനും വന്നിട്ട് പറശ്ശിനിക്കടവ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുവഴി വരുന്നതായതുകൊണ്ട് അപ്പം തന്നെ കയറാമെന്ന് പറഞ്ഞ് അവർ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അധികം നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പ്രസാദമൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ, സീ യു.